ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. ഷിഗാവത്ത് തറവാടിന്റെ മുറ്റത്ത് ഒരു കാർ വന്നു നിന്നു. കാറിൽ നിന്നും ഇറങ്ങിയ രഞ്ജിത്തിനെ കണ്ടപ്പോൾ അവിടെ നിലനിന്നിരുന്ന നിശബ്ദതയ്ക്ക് ആക്കം കൂടി. പകയുടെയും വേദനയുടെയും പുതിയൊരു അധ്യായം അവിടെ തുടങ്ങുകയായിരുന്നു. രഞ്ജിത്ത് അകത്തേക്ക് കയറി വന്നത് ദീപകിന്റെയും വൃന്ദയുടെയും വിവാഹമോചന വാർത്തയുമായാണ്. വാർത്ത കേട്ട് നന്ദഗോപാലനും അച്ചമ്മയും സ്വപ്നയും ഞെട്ടിപ്പോയി. നന്ദഗോപാലൻ വിശ്വസിക്കാനാവാതെ ചോദിച്ചു, എന്താ ദീപു നീ പറയുന്നത്? നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായിട്ടാണ് ഇത്ര വലിയൊരു തീരുമാനം എടുത്തത്? ഈ ബന്ധം പിരിയാൻ ഞാൻ സമ്മതിക്കില്ല. അച്ചമ്മയും വേദനയോടെ വൃന്ദയുടെ കൈകൾ പിടിച്ചു. മോളെ, ഈ തറവാടിന്റെ ഐശ്വര്യമാണ് നീ. എന്തിനാ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്നത്? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്തൂടെ? വൃന്ദയുടെ ഉള്ളിൽ ഒരു കടൽ ഇരമ്പുകയായിരുന്നു. ഇവൻ എന്റെ സഹോദരനാണ് എന്ന സത്യം അവൾക്ക് നാവു വരെ വന്നെങ്കിലും അത് കടിച്ചു പിടിച്ചു. അവൾ കള്ളം പറയാൻ നിർബന്ധിതയായി. അച്ഛമ്മേ, ഞങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലായി. ഞങ്ങൾ എടുത്ത തീരുമാനമാണിത്. ദീപകിന് വേറൊരു നല്ലൊരു ജീവിതം കിട്ടണം. അതാണ് എനിക്കും ഇഷ്ടം. വിതുമ്പലോടെ അവൾ കള്ളങ്ങൾ നിരത്തി. സ്വപ്ന മാത്രം ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നിരുന്നു. ദിയയും മോക്ഷം എല്ലാം ഞെട്ടലിലായിരുന്നു. ഇതെല്ലാം കാണുമ്പോഴും എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാതെ മാതുലികയും മൗനം പാലിച്ചിരുന്നു. ദീപക് ഒന്നും മിണ്ടാതെ ജനലിലൂടെ ദൂരേക്ക് നോക്കി നിന്നു. അവന്റെ മൗനം എല്ലാവരെയും വേദനിപ്പിച്ചു. വൃന്ദ സാവധാനം തന്റെ ബാഗുകളുമായി പടിയിറങ്ങാൻ തുടങ്ങി. വാതിൽക്കൽ വെച്ച് അവൾ അവസാനമായി ദീപകിനെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. അവൾ ദീപകിന്റെ അടുത്തേക്ക് ചെന്ന് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ദീപക്, എന്നോട് ക്ഷമിക്കണം. നിങ്ങളെ വേദനിപ്പിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ വിധി നമ്മളെ തോൽപ്പിച്ച് കളഞ്ഞതാ. എന്തെങ്കിലും ഒരിക്കൽ ഞാൻ നിങ്ങളുമായി പിരിഞ്ഞതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാവും. ദീപക് ഒന്നും പ്രതികരിച്ചില്ല. അവന്റെ കണ്ണുകളിലെ ശൂന്യത അവളെ കീറി മുറിച്ചു. രഞ്ജിത്ത് വൃന്ദയുടെ കൈപിടിച്ച് കാറിലേക്ക് നയിച്ചു. കാർ പടിവാതിൽക്കൽ കടന്നു പോകുന്നതും നോക്കി മാതുലിക തകർന്നു നിൽക്കുകയായിരുന്നു. രഞ്ജിത്തിന്റെ കാറിൽ കയറി ഷിഗാവത്ത് തറവാടിന്റെ പടിവാതിൽ കടന്നു പോകാൻ തുടങ്ങുമ്പോൾ വൃന്ദയുടെ ഉള്ളിൽ വല്ലാത്തൊരു പിടച്ചിലുണ്ടായി. അവളുടെ മനസ്സ് ദീപകിന്റെ അടുത്തേക്ക് പറന്നു. പെട്ടെന്ന് ഒരു ഉൾവിളി അവളെ ഞെട്ടിച്ചു. ദീപക്, അവനെന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു. അവളുടെ മനസ്സിൽ ആലിയയുടെ ക്രൂരമായ ചിരി മിന്നി മറഞ്ഞു. വൃന്ദ യാതൊരു മടിയും കൂടാതെ കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി രഞ്ജിത്തിനെ ഞെട്ടിച്ചുകൊണ്ട് തറവാടിനകത്തേക്ക് ഓടിക്കയറി. എല്ലാവരും ഞെട്ടലോടെ നോക്കി നിന്നപ്പോൾ വൃന്ദ മുകളിലത്തെ നിലയിലേക്ക് ഓടിക്കയറുകയായിരുന്നു. അതേസമയം തറവാടിന്റെ അകത്തളത്തിൽ ദീപക് തന്റെ മുറിയിലേക്ക് നടക്കുകയായിരുന്നു. ആലിയ ഒരു നിഴൽ പോലെ അവനെ പിന്തുടർന്നു. അവളുടെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീവ്രത ജ്വലിച്ചു. ദീപക്, എന്റെ അമ്മയുടെ ജീവിതം നശിപ്പിച്ചതിന്റെ ഒരു പങ്ക് നിനക്കുമുണ്ട്. ഇപ്പോൾ ഇവിടെ നിശികതയില്ല. നിനക്കിനി ജീവിക്കാനും അർഹതയില്ല. ആലിയ തന്റെ കൈകളിലെ മത്സ്യകന്യകയുടെ ശക്തി ഉപയോഗിച്ച് ദീപകിന്റെ കഴുത്തിൽ പിടിമുറുക്കി. ദീപക് ഞെട്ടിക്കൊണ്ട് ശ്വാസം കിട്ടാതെ പിടഞ്ഞു. നിനക്കെന്താ വേണ്ടത്? അതേ നിമിഷം ശ്വാസം എടുക്കാൻ പോലും സമയം കിട്ടാതെ വൃന്ദ ഓടി ദീപകിന്റെ മുറിയിലെത്തി. നിർത്ത്, അവനെ ഒന്നും ചെയ്യരുത്. വൃന്ദയുടെ ശബ്ദം മുറിയിൽ മുഴങ്ങി. ആലിയ ഞെട്ടലോടെ ദീപകിനെ വിട്ടു. ആലിയയെ മുറിക്ക് പുറത്തേക്ക് തള്ളിവിട്ട് ദീപക് കാണാതെ വൃന്ദ ദീപകിന്റെ നേരെ തിരിഞ്ഞു. വൃന്ദ ദീപകിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് സ്വബോധം മറന്നവളെ പോലെ അവനെ ചേർത്ത് പിടിച്ചു. ദീപക് കിതച്ചുകൊണ്ട് അവളെ നോക്കി. അവന്റെ മനസ്സിൽ വൃന്ദയുടെ വരവ് ഒരു അത്ഭുതമായിരുന്നു. എന്തിനാ വൃന്ദ നീ തിരികെ വന്നത്? നീ പോയെന്ന് ഞാൻ കരുതിയതാ. നിങ്ങൾക്ക് ആപത്തുണ്ടാകുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ തിരികെ വന്നത്. ഞാൻ എങ്ങനെ പോവാനാ? വൃന്ദ അവന്റെ നെറ്റിയിൽ തലോടി. അല്ല അതാരാ? എനിക്കറിയില്ല ദീപ്. ഇത്രയും പറഞ്ഞ് വൃന്ദ കണ്ണു നിറയ്ക്കാൻ തുടങ്ങി. ദീപക് അവളെ ആർദ്രമായി നോക്കി. അവരറിയാതെ തന്നെ പരസ്പരം അവരുടെ ഹൃദയങ്ങൾ അടുത്തു.
ദീപക് അവനറിയാതെ വൃന്ദയെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിമേൽ ചുംബിച്ചു. വൃന്ദ നിശ്ചലയായി. ആ മുറിയിൽ വെറുപ്പും മരണഭയവും മാറി പ്രണയം നിറഞ്ഞു. ഇതൊക്കെ വാതിൽപ്പടിയിൽ നിന്ന് കണ്ടുകൊണ്ട് പെട്ടെന്ന് രഞ്ജിത്ത് അങ്ങോട്ടേക്ക് വന്നു. രഞ്ജിത്ത് മുറിയിലേക്ക് കടന്നു വരുമ്പോൾ കണ്ടത് പരസ്പരം ചേർന്ന് നിൽക്കുന്ന ദീപകിനെയും വൃന്ദയുമാണ്. ആ കാഴ്ച അവന്റെ ഉള്ളിലെ നിയന്ത്രണം തെറ്റിച്ചു. ദേഷ്യം കൊണ്ടും അപമാനം കൊണ്ടും രഞ്ജിത്തിന്റെ മുഖം ചുമന്നു തൊടുത്തു. മതി വൃന്ദ, നിന്റെ ഈ നാടകം ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? രഞ്ജിത്തിന്റെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. വീട്ടുകാരെല്ലാവരും ഈ ശബ്ദം കേട്ട് ഓടിയെത്തി. എല്ലാവരും ആ ദൃശ്യം കണ്ടു. ദീപക് ഞെട്ടിപ്പിടഞ്ഞ് മാറി നിന്നു. വൃന്ദ ഒന്നും മിണ്ടാനാകാതെ തരിച്ചു നിന്നുപോയി. രഞ്ജിത്ത് വൃന്ദയുടെ അരികിലേക്ക് ആഞ്ഞു ചെന്നു. നിന്നെ വിശ്വസിച്ച് കൂടെ കൊണ്ടുപോകാൻ വന്ന എന്നെ നീ ശരിക്കും വെടിയാക്കി. നിന്റെ മനസ്സിൽ എപ്പോഴും ദീപക് മാത്രമാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈ ഡിവോഴ്സ് നാടകം? രഞ്ജിത്ത് ദേഷ്യത്തോടെ ചോദിച്ചു. അവൻ ദീപകിനെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു. ഇതാ നിന്റെ ഭാര്യ, ഇവളെ നീ തന്നെ വെച്ചോ. മറ്റൊരാളെ മനസ്സിലുള്ളവളെ സ്വന്തമാക്കാൻ എനിക്ക് താല്പര്യമില്ല. എല്ലാം കളഞ്ഞിട്ട് വന്നെന്ന് ഞാൻ കരുതുമ്പോൾ ഇവളിതേ വീണ്ടും. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഞാനുണ്ടാവില്ല. വൃന്ദ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. രഞ്ജിത്ത്, നീ എന്നെ തെറ്റിദ്ധരിച്ചതാണ്. ആക്ച്വലി ഞാൻ ഇനിയൊരു വിശദീകരണം എനിക്ക് വേണ്ട. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ നശിച്ചോളൂ. അത്രയും പറഞ്ഞ് രഞ്ജിത്ത് ദേഷ്യത്തോടെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. മുറ്റത്ത് കിടന്ന അവന്റെ കാർ ഇരമ്പിക്കൊണ്ട് തറവാടിന്റെ പടിയിറങ്ങി. വീട്ടുകാരെല്ലാം ഒന്നും രണ്ടും പെറുപെറുത്തുകൊണ്ട് അവിടെ നിന്നും പിരിഞ്ഞുപോയി. രഞ്ജിത്ത് പോയതോടെ മുറിയിൽ വലിയൊരു നിശബ്ദത പടർന്നു. ദീപക് വൃന്ദയെ അവിശ്വസനീയതയോടെ നോക്കി. വൃന്ദ, രഞ്ജിത്ത് പറഞ്ഞത് സത്യമാണോ? നിനക്കിപ്പോഴും എന്നോട് സ്നേഹമുണ്ടോ? പിന്നെന്തിനാണ് നീ ആ പേപ്പറിൽ ഒപ്പിട്ടത്? എന്തിനാ നീ എന്ന് രഞ്ജിത്തിനെ കാണാൻ കടപ്പുറത്ത് പോയത്? ദീപകിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വൃന്ദ തകർന്നു പോയി. എല്ലാം ദീപക് കാണാൻ വേണ്ടി താൻ മനഃപൂർവ്വം ചെയ്തതാണെന്നും തന്നെ മനഃപൂർവ്വം ദീപക് അകറ്റി നിർത്താൻ വേണ്ടിയാണ് അന്ന് കടപ്പുറത്ത് രഞ്ജിത്തിനെ കാണാൻ പോയതെന്നുമുള്ള കാര്യം വൃന്ദ ഒരു നിമിഷം ഓർത്തു. ദീപകിന്റെ ചോദ്യങ്ങൾ വൃന്ദയുടെ കാതുകളിൽ പതിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൾക്കതിന് മറുപടി നൽകാൻ കഴിയുമായിരുന്നില്ല. അവൾ ദീപകിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവിടെ സ്തംഭിച്ചു നിന്നിരുന്ന ആലിയയുടെ കൈക്ക് പിടിച്ചു വലിച്ച് പുറത്തേക്ക് നടന്നു. ആലിയയുടെ കണ്ണുകളിൽ അപ്പോഴും കൊലവിളി മാറുന്നുണ്ടായിരുന്നില്ല. തറവാടിന്റെ അടുത്തുള്ള പൂങ്കാവിലെ ക്ഷേത്രത്തിന്റെ മുറ്റത്തെത്തിയതും വൃന്ദ ആലിയയെ ആഞ്ഞു തള്ളി. ചുമരുകളിൽ തട്ടിത്തെറിച്ച ആലിയ ഒരു മത്സ്യത്തെ പോലെ ചാടിക്കൊണ്ട് എഴുന്നേറ്റു. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ആലിയ എന്റെ ദീപകിനെ തൊടാൻ? നീ കൊന്നു കളയാൻ നോക്കിയത് നമ്മുടെ സഹോദരനെയാണ്, നമ്മുടെ രക്തത്തെയാണ്. വൃന്ദയുടെ ശബ്ദം കാട്ടിൽ പ്രതിധ്വനിച്ചു. ആലിയ പരിഹാസത്തോടെ ചിരിച്ചു. നിന്റെ ദീപക്കും അവൻ ഈ തറവാട്ടിന്റെ ശത്രുക്കളുടെ ചോരയാണ് വൃന്ദ. അവനെ വകവരുത്താതെ അമ്മയുടെ പക അടങ്ങില്ല. എത്രയൊക്കെ നിശ്ചയിച്ച് ഇനി ദീപകിനെ കൊല്ലണ്ടെന്ന് പറഞ്ഞാലും ഞാൻ കൊന്നിരിക്കും. ആ വാക്കുകൾ കേട്ടതും വൃന്ദയുടെ നിയന്ത്രണം തെറ്റി. മുടിയിഴകൾ കാറ്റിൽ പറന്നു. അവളുടെ കണ്ണുകൾ നീല നിറത്തിൽ തിളങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ ഇരുവരും തങ്ങളുടെ മത്സ്യകണിക രൂപങ്ങളിലേക്ക് മാറി. ക്ഷേത്രമുറ്റത്തെ മണ്ണിൽ അവർ പരസ്പരം കടിച്ചു കീറാൻ തുടങ്ങി. വാലുകൾ കൊണ്ട് ആഞ്ഞു പ്രഹരിക്കുകയും നഖങ്ങൾ കൊണ്ട് മാന്തി കീറുകയും ചെയ്തു. മത്സ്യവീര്യമുള്ള ആലിയ വൃന്ദയുടെ കഴുത്തിന് നേരെ ആഞ്ഞു കടിച്ചപ്പോൾ വൃന്ദ തന്റെ സർവ്വശക്തിയും എടുത്ത് അവളെ ദൂരേക്ക് ചുറ്റിയെറിഞ്ഞു. നിർത്താൻ. She is back.